ഇങ്ങനെ തള്ളണം ഉള്ളിക്ക്. എന്തിന് കാണാം വേണ്ട, ആ തള്ളല്ലേ ഉദ്ദേശിച്ചു. ചമ്മന്തി ട്രഡീഷണൽ ഓഫ് കേരള ഫുഡ്. ഇത് കഞ്ഞി, ഇത് പഴം കഞ്ഞി. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ആ ഉന്മേഷം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഈറ്റിംഗ് ചലഞ്ച്. ഈറ്റിംഗ് ചലഞ്ച് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അതാണ്. പിന്നെ വേറെ സംഭവം ലാസ്റ്റ് ഞാൻ വായിച്ചില്ല. അത് വേറെ സംഭവം നമ്മളെ വീട്ടിലുണ്ടായ ഒരു സംഭവം ഞാൻ കാണിച്ചില്ല. ലാസ്റ്റ് അവസാനം വരെ കാണാം. ഗസ് ചെയ്യൂ, ഞാൻ അങ്ങനെ കാട്ടാം. അതെന്താ? ആ അപ്പൊ സംഭവം മദറ നീ കറാട്ട് മറ്റേ ഇതിന്റെ ഇതുപോലെ അപ്പൊ നമുക്ക് അത് കാണാം. അപ്പം അതാ ഞാനൊരു കാര്യം എടുക്കാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് അവിടെ കിട്ടാം ഒരു മിനിറ്റ്. ഇൻട്രസ്റ്റ് കൂടാൻ വേണ്ടി നമ്മളൊരു സാധനം എടുത്തിട്ടുണ്ട്. അതാ ഈ സാധനം ഗാന്ധിജിന്റെ പടമുള്ള ഫുഡ് മതിയേ. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ വന്ന് പോയിരിക്കും. അവിടെ പോയിക്കറിയാം. രാവിലെ പിന്നെ അങ്ങനല്ല, രാവിലെ ചായ കുടിച്ചിട്ട് ഇതൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നത് തിന്നാനാണ്. ഇന്ന് ചായ കുടിച്ചിട്ടില്ല. ഈ ഫുഡ് ചലഞ്ച് ചായ കുടിച്ചിട്ട് പറ്റില്ല. കറക്റ്റ് ഭക്ഷണം ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു 4-5 നേരം കഴിയും. അങ്ങനെ ജീവിതശീലം, ജീവിതശൈലി രോഗം. അതന്നെ അസുഖമാണ്, അതൊരു അസുഖമാണ്. അപ്പൊ രാവിലെ ചായ കുടിച്ചിട്ട് ഞാൻ നീക്കുമ്പോ തന്നെ ഉണ്ട്. ഇപ്പൊ നേരത്തെ നീച്ചു നിന്ന് രാവിലെ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്നും മുണ്ടണമെന്നില്ല. ഈ ചലഞ്ചിന്റെ ഒരു ഇന്ന് രാവിലെ പറയണത് ഒന്നും മുണ്ടണമെന്ന് കേട്ടാ. ഇന്നലെ തന്നെ സാധനങ്ങൾ കൊടുത്തിട്ട് ഇന്ന് പരിപാടി ഞാനിതെന്തോ ബാത്റൂമിന്റെ ചുറ്റോട്ടത്ത് ഇങ്ങനെ നിൽക്കുക. രാവിലെ തന്നെ ബാത്റൂമിൽ 2 പ്രാവശ്യമൊക്കെ ബാത്റൂമിന്റെ ചുറ്റോട്ടത്ത് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇന്നലെ രാത്രി രാത്രി ഫുഡിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യും. ഇന്ന് രാവിലെ പറയട്ടെ, ഇന്ന് രാവിലെ ചായ ഒന്ന് കുടിക്കാറ് ഇങ്ങനെ പരത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ പരിപാടി ഉണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. രാവിലെ തന്നെ കട്ടൻ ചായ ചോദിക്കുക, ബാത്റൂമിൽ നേരത്തെ പോകും. രാവിലെ കട്ടൻ ചായ കുടിക്കില്ലേ? ആ കട്ടൻ ചായ ചൂടുള്ള ചായ, ചൂടുള്ള പിന്നെ തണുത്ത ചായ കുടിക്കണോ? ജൈസും തൊട്ടിട്ട് ഞാൻ രാവിലെ സംഭവം. അപ്പൊ ഇവന് എന്താ മനസ്സിലായില്ലേ? അപ്പൊ ഈ പരിപാടിക്ക് എനിക്ക് മനസ്സിലായി. ഞാൻ ചായ കുടിച്ചു. അപ്പൊ ഈ പരിപാടിക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൂടിയത് 5 മിനിറ്റ് എന്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് തീർക്കാതെ പൊട്ട 5 മിനിറ്റ് പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ വീഡിയോ കട്ടാവും. അതിന് ലോജിക്കായിട്ട് ചിന്തിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇവന് ബുദ്ധിയില്ല. അവിടെ ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാക്കി കുറച്ച് സ്പീഡ് അല്ല പകുതി ആകുമ്പോഴത്തേന് എന്റെ പരിപാടി തീരും. വയറിട്ടാൽ ഫുള്ള് നിർക്കാതെ വയറില്ല. ചിന്ന വയറ് ചെറിയ വയറാകുമ്പോൾ പെരുവയറാണ് മക്കളെ. എന്തൊക്കെ നിറയോന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ അതിനൊന്നും പറ്റൂല. അപ്പൊ ജയിക്കുന്നവർക്ക് കിട്ടുന്നത് ഇതാണ്. മറ്റേ ഫുഡ് മതി അതിന്റെ ആളാണ്. അപ്പൊ നമുക്ക് അല്ല എന്റെ സേവിങ്സ് ആട്ടാ. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് വീശുന്നത്. വേറെ ഒന്നും ചിന്തക്കില്ല. അതിന്റെ സേവിങ്സ് ആണ്. അച്ഛന്റെ പൈസ അങ്ങനെ അച്ഛന്റെ പൈസ. അപ്പൊ ഇത് നേരെ കുഴപ്പമില്ലാതെ അനുഭവമാണ്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ സാധനം അങ്ങനെ ഇറങ്ങണം.
അങ്ങനെ അവിടെ കുടുങ്ങു ശ്വാസം പിടിച്ചാണ് വെള്ളം കുടിച്ച് ചവിട്ടോ ഈ വീഡിയോ മറ്റേ ഡെത്ത് വീഡിയോ ബർത്ത്ഡേ വീഡിയോ മാറി ഡെത്ത് വീഡിയോ ഇത് ബർത്ത്ഡേ വീഡിയോ അല്ലല്ലേ അപ്പൊ അതിന് അതിന്റെ ഡയലോഗ് മൈന് ചിലകളൊക്കെ മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ലാസ്റ്റ് ഒരു സംഭവം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ലാസ്റ്റ് വരെ കാണാണെങ്കിൽ ഞങ്ങളല്ല ഇവ ഉദ്ദേശിച്ചത്. ഉദ്ദേശിക്കില്ല, സാധനം മാറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് കാണിച്ചു ഇതൊന്നല്ല. അപ്പൊ നേരെ വീഡിയോയിൽ കിടക്കും. അപ്പൊ ഗൈസ് നമ്മൾ അച്ചാറ് എന്താണ് മറ്റേ ചിക്കൻ കറി ഇതൊക്കെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് കുറച്ച് ചമ്മന്തി ട്രഡീഷണൽ ഓഫ് കേരള ഫുഡ്. ഇത് പഴം കഞ്ഞി. അപ്പൊ വീഡിയോ കൂടുതൽ പഴം കഞ്ഞി വെള്ളമൊക്കെ പഴം കഞ്ഞിക്ക് നമ്മള് വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കുടിച്ച മോന്ന് അടിച്ചു പൊട്ടിക്കും. വെള്ളം പിന്നെ എന്ത് കുടിക്കാനല്ല പിന്നെ ഒഴിക്കാനാ. കുടിച്ചാ തോറ്റി ഒരു തുള്ളി വെള്ളം ഇവിടെ തൊണ്ട കുടിക്കാൻ വേണ്ടി ആ ഒരു ഇതിന് ആ ഒരു ഇത് അവിടെ വേണ്ട. അവരാ കാണുമ്പോ ഒരു പറയട്ടെ ഇതേപോലത്തെ 2 പ്ലേറ്റിൽ പാകിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിയുമ്പോ ഞങ്ങൾ ഇത് തട്ടും. ഇത് തട്ടുമ്പോ ഇപ്പൊ 1 2 പ്ലേറ്റ് 2 പ്ലേറ്റ് അവനും 2 പ്ലേറ്റ് നിങ്ങളതാ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് മാക്സിമം കഴിക്കുന്നവര് ജയിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അവർക്ക് നമ്മൾ 500 രൂപ കഴിക്കുന്നവര് ജയിക്കും. അപ്പൊ വെള്ളം കുടിക്കാൻ പറ്റില്ല, വെള്ളം നമ്മൾ മാറ്റിക്കാം. ഇത് ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഞാനീന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചാലൊക്കെ അറിയുള്ളൂ. എന്നോട് വരി വെള്ളത്തിനായി നമ്മൾ തയ്യാറുണ്ട് തയ്യാറും. അപ്പൊ ഇന്ന് നേരെ വീട്ടിലേക്ക് ഇറക്കട്ടാ. അപ്പൊ റെഡി സ്റ്റാർട്ട് ഗോ. റെഡി 1 2 3 സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടൊക്കെ അയക്കണം. അടാ എല്ലിയാത്ത പീസ് നോക്കി ഇരിക്കണം. അമ്മ പറ്റൂല. 2 സ്പൂൺ മക്കണ്ടേനെ ഒന്നും ഇട്ടോ. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഇട്ടോളാം. നേരം വൈകും. എന്തിനാ തിന്നാ പോരെ? എന്തിനാ നേരത്തെ എത്ര പ്ലേറ്റ് കൂടുതലൊന്നും വെള്ളം കുടിച്ചത് എങ്ങനെ അറിഞ്ഞാന്നോ? വെള്ളത്തിന് പകരം കുറിച്ചു കാര്യം പറയാ. ആടാ ഞാൻ വിചാരിച്ചേട്ടാ ഐഡിയാടാ. നമ്മള് യുണീക്ക് ആയി ചിന്തിക്കണം. യു ബി യുണീക്, യു ബി തിങ്ക് യുണീക്. യുണീക്ക് അറിയുന്നോട്ടെ അവന്റെ കാലല്ലേ തിന്നട്ടെ. അച്ഛന്റെ പോക്കറ്റിൽ എനിക്ക് കിട്ടുമല്ലോ. നമ്മള് എന്തിന് വീഡിയോ ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ 2-5 രാത്രി കാണാൻ ഓളെ അതിനൊരു ഉറപ്പില്ല. ഇന്ത്യയിലെ ഫോൺ ചോറിന് കേട്ടാ. കൊണ്ടുവരും തോനെയല്ല. എവിടേക്കോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും. ഉണ്ടാവും. കറിയിലമ്മ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചുകൂടിയോ? വെള്ളത്തിന് വരെ ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതോളെ
ഓരോ കട്ട ഇറക്കുമ്പോഴും ഓരോ കട്ട ഇറങ്ങിക്കൊണ്ടിരിക്കും. മറ്റേത് ചിക്കനൊക്കെ എടുക്ക്. കരുതി നോക്കില്ല. രസം മരല്ലട്ടാ കുറച്ച് മരം. ഇടയ്ക്ക് പണി എടുക്കണേ. പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നതാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കും. എന്നെ കൊണ്ട് മതിയാവില്ല കേട്ടോ. ഈ ലാസ്റ്റ് ട്രിപ്പ്, അതായത് ഇനിയിപ്പോ നീ വെക്കണത് ആര് തീർക്കും അവര് ജയിക്കൂട്ടോ. ഇത് വെച്ചാലും ഞാനൊരു 3-4 കിട്ടുന്നുണ്ട്. ഇപ്പഴല്ല അങ്ങനൊന്നുമില്ല. ഇപ്പടിക്കുന്നതാണ് അതിന്റെ രസം. മത്സരിക്കില്ല മത്സരിക്കും ഇനി തൊട്ടാൻ പറ്റില്ല. ഇപ്പോഴാണ് ഞാൻ ട്രാക്ക് ചെയ്യുന്നു. കുറച്ച് ഫസ്റ്റിട്ടാണ് കുറച്ച് ഞാനറിയാം എന്റെ നാക്കാറെന്ന് പറയാം. ആ നാക്കിലാണ് വിളിച്ചത് അവിടെ വെച്ചാൽ അത്യാവശ്യം നോക്കാം. കഷ്ണം വേണ്ട. ജാണാകെ ഇത്തിരി വെള്ളം കുടിക്കാൻ ടൈം. ഓടാ അല്ല, വെള്ളം കുടിച്ചാൽ നോക്കല്ലേ ഉള്ളൂ. നോക്കും. അപ്പൊ ഫുള്ള് കുടിക്കല്ലോ, കുറച്ച് കുടിക്കാം. കുറച്ച് നോക്കല്ലേ ഉള്ളൂ. അന്ന് നടക്കൂല. ഇവരെ അടികൂടെ കാലെത്തിയില്ലേ നല്ലതൊന്നും കൊറക്കി അവനാ ചെയ്തത്. അവന് തിന്നാൻ പറ്റത്തില്ലേ? എടാ വയ്യ മക്കളെ. ഓരത്ത് തിന്നാ നമുക്കൊരു പണിയാ. എനിക്ക് നോക്കി തോന്നി ഇത് തിന്നാൻ പറ്റും. ഒരു പണിയാ. ഇതിൽ ഏറ്റവും മസ്റ്റ് ആയത് പിന്നെ ഒരു ജയിക്കൂട്ടോ. ഫസ്റ്റ് അല്ല, ഒരു അര മാക്സിമം തോന്നുന്നു. ഇത് ഫുള്ള് തന്നെ എന്റെ വഴിയാണ്. ഫസ്റ്റ് സെക്കൻഡുകളല്ല, നമ്മൾ ടൈം വെച്ചിട്ട് അപ്പൊ ഫസ്റ്റ് സെക്കൻഡുകളല്ല. ഇതിലാരെ ഫസ്റ്റ് തിന്ന അവര് ജയിച്ചു. വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നു. ഒരു പണിയിട്ട് കുടിച്ചോ തോറ്റോ എന്നിട്ട് സമാധാനം. എനിക്ക് ഇത്ര തിന്നണ്ട. തോറ്റാ പിന്നെ തിന്നാൻ പറ്റും. ഇത് തിന്നേണ്ട അവസ്ഥയാണ്. കാരണം ഞാൻ അപ്പത്തന്നെ ജയിച്ച പോലെ. അതെന്താ അറിയോ, ഞാൻ വർത്താൻ വന്നിട്ടേ ഇത് ചടക്കേണ്ട ഞാൻ വർത്താൻ വന്നു. എനിക്കറിയില്ല എങ്ങനെയാണോ മറ്റേ വേറെ ചെറിയല്ല, അതൊരു സാപ്പാട്ട് രാമനാ. തീറ്റാണ് നമ്മളെ കേട്ടാ ചെയ്യാ. ആ സംഭവത്തിന് അറിയാം. വെള്ളം കുടിക്കട്ടെ. നമ്മളങ്ങനെയാ, നമ്മള് തിന്ന. അവനങ്ങനെ അതിലൊരു പ്രശ്നമില്ല. വിചാരിക്കണ പോലെ നല്ല കാര്യങ്ങള് നേരെ ഓപ്പോസിറ്റ് ആണ്. അതെ ഞാൻ എത്തി. എത്തിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഞാൻ എത്തി. തോന്നിയാ, കാരണം ഞാൻ ഓൾറെഡി ജയിച്ചിരിക്കാം. ഒന്നുകൂടി മാസമായിക്കോട്ടെ അല്ലേ, കുറച്ചും കൂടി തിന്നല്ലേ. നീ വെള്ളം കുടിച്ചിട്ട് നിൽക്കാം. ഞാൻ അച്ചാറ് തൊട്ടിട്ടില്ല, ഒന്നും തൊട്ടത് കഴിയാ. പക്ഷെ ഞാൻ ഭക്ഷണം മേശയില്ല. വായോ ഇതാ ഒരു ഭാഗത്ത് ഞാൻ മാറ്റിച്ചിട്ടുണ്ട് കേട്ടാ. കൈകൊണ്ട് തൊടാത്തത് മാറ്റിച്ചിട്ടുണ്ട്. അറിയുന്ന ലാസ്റ്റ് അവൻ സാധ്യത ഉണ്ട്. ഞാൻ നിർത്തും. അവൻ രാവിലെ മുന്നിൽ ട്രെയിനിങ് എടുത്ത് തിന്നാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് മാത്രം എനിക്ക് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങുകയാണെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ എത്ര പേര് തിന്നു നോക്കട്ടെ. വെള്ളം കുടിച്ചേക്ക് നല്ല പോക്കില്ല. പ്രാക്ടീസ് എടുക്കുക. ഞാൻ അടുത്ത മത്സരത്തിന് അടുത്ത ദിവസം മത്സരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അതിനുള്ള പ്രാക്ടീസിനാണേ. വെള്ളം കുടിക്കട്ടെ. കുറച്ചും കൂടി കുടിച്ചിട്ട് ഇത് തീർക്കണം. എന്നിട്ട് അത് തീർക്കാം. അല്ല വെള്ളം കുടിച്ചാ പോകും. അതിന്റെ കോൺഫിഡൻസ് ആണ്. നമുക്കൊന്നും പറ്റേണ്ട പരിപാടി ഒന്നും. നമുക്ക് കുറച്ച് ഒട്ടും മോനെ
എന്താ സാധനം ഇറങ്ങിപ്പോയോ? അത് പുട്ടിന് പുട്ട് കുത്തൂലേ അതേപോലെ ഞാൻ കുത്തരാം ഒരു സാധനം അറിയുമ്പോ. എങ്ങടൊക്കെ പോണേ വീഡിയോ കണ്ടാട്ടെ ഞാൻ തിന്നാട്ട് ഇനിയും പിന്നെ ഈ മറ്റേ ഇന്നസെന്റ് സിനിമയിലുണ്ട് അച്ചാർ തിന്ന മട്ടിക്കൂലെന്ന് പറയുന്നത്. അച്ചാർ നോട്ടെ മട്ടിക്കൂലൊക്കെ ഉണ്ട്. മതിയാ എന്റെ ക്ലോസ് ആയി നിൽക്കുക. സംഭവം ഈ ഇപ്പൊ നമ്മള് ലാസ്റ്റ് കിട്ടിയില്ലേ, ഇതൊരു 1.5 പ്ലേറ്റാ. എടാ കുറച്ച് ചോറ് പുറത്തേക്ക് പോടാ. അപ്പൊ ഗൈസ് എന്താ പോത് മനുഷ്യന്മാരിലല്ലോ 1.5 പ്ലേറ്റ് ആയിട്ട് എടുത്ത് ഫസ്റ്റ് എടുത്തത് ഒരു മാന്യന്മാർ കാണുമ്പോ നോക്കിയത് ചെറിയ പ്ലേറ്റ് ഈ പാത്രത്തിൽ ഇങ്ങനത്തെ പാത്രത്തിൽ ഞാൻ എടുത്തതും കൂടി ഒരു ഫിനിഷിങ്. ഞാൻ എടുത്തത് ഈ സാധനം അത്ര ഉണ്ട്. ഞാനിതാ ഈ ഏരിയ ഈ ഏരിയ അവിടെ വെച്ചിട്ട് ബാക്കി ഒരാൾക്ക് തിന്നാൻ പറ്റും. അതുകൊണ്ട് പിന്നെ പ്രശ്നം. ഞാൻ നിങ്ങൾ കുറച്ചേരം കൊണ്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തീർക്കണം കാണിച്ചു തരാം. അതായത് ഒരു 2 മണിക്കൂർ ഗ്യാപ്പിട്ട് 1 മണിക്കൂർ ഗ്യാപ്പിട്ട് ഞാൻ കൈയൊക്കെ വരക്കണ് കായ്സ് തിന്നിട്ടേ ഇങ്ങനെ തള്ളണം ഉള്ളിക്ക്. കാണാം വേണ്ട ആ തള്ളല്ലേ ഉദ്ദേശിച്ച്. ആ തള്ളോട് ആവശ്യമില്ല. കുഴപ്പമില്ല. ഈ സാപ്പാട്ടുരാമനൊക്കെ എങ്ങനെ തിന്നണ ദൈവത്തിന് അറിയട്ടാ. അവര് വീഡിയോ ഉണ്ട് അന്ന് കണ്ടു. ഞാൻ എന്ത് താഴ്ത്തി കൊടുക്കാം അവരെ ചാനലിന്റെ സപ്പാട്ടുരാമന്റെ ഒന്നാര മോനെ. ഈ ഭാവിയിലെ സപ്പാട്ടുരാമനാണ്. പൊന്നു കുബേര വരെ ഇരിക്കുമ്പോ വേറെ സാപ്പാട്ട. കുബേരല്ലോ കുംഭാരൻ. അവിടെ തിന്നാ പുതിയ അപ്പൊ ചെല്ല പറഞ്ഞ ലാസ്റ്റ് വരുന്ന കൂടി കാണിക്കാം. വെയിറ്റ് അവന്റെ പരിപാടി എന്താ അറിയോ? അവന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് ഒരു വെള്ളം കൂടി പിന്നെ ഒരു ചായ കൂടി മോനെ ഒരു എന്താ അറിയോ, എല്ലാ ഭാരം കൂടി ഒന്നിച്ച് നോക്കാറില്ല. ഞാൻ ഓരോ ഭാരം കയറ്റി ഇറക്കി അങ്ങനെയാണ് നമ്മൾ ചെയ്യും. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നമ്മുടെ കട്ടൻ ചായയാണ്. ഞാൻ എന്റെ സാധനം എടുക്കട്ടെ. അയ്യോ ഓട്ടുപുള്ളി നമ്മൾ നോക്കണേ. മണി ക്യാൻ ബി ചേഞ്ച് എവരിതിങ്. മണി ക്യാൻ ബി അന്റെ വയറാണ് ചേഞ്ച് ചെയ്തത്. അപ്പൊ ഇതിൽ ഇത് കൊടുത്തിട്ട് ഒരു മന്തി അവരെ മന്തി അതെ മന്തിയാ എനിക്ക് മനസ്സിലൊന്നും എനിക്ക് സംശയം. അപ്പൊ അതാ കള്ളിനോട്ടൊക്കെയാണോ നോക്കട്ടെ ഇത് വിട്ട ഗാന്ധിജിന്റെ തിരിച്ചലാവൂ. ഗാന്ധിജിക്ക് കർണാടക ഓ വെറുതെ ഡൈപ്പർ. അപ്പൊ ഇത് ഞാൻ എന്താണ് ഇവന് ഇന്ന് ഔദ്യോഗികമായി ഇതാ ഇവന് കൈമാറിയിരിക്കുന്നു. അപ്പൊ ഇവനാണ് വിജയിച്ചത്. സാധിച്ചോ? ഏയ് തിന്നിട്ട് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നിക്കുക. അപ്പൊ ഞാൻ ആ എല്ല് കുത്തിട്ടാ ആസാദിച്ചാലോ അമ്മയ്ക്ക് നല്ല നാറിയാണ്. എലമാക്കി പട്ടിയുടെ ചെറുതക്കി പട്ടിയുടെ ഒരു ഉറുപ്പ് കൊടുക്കൂല ആർക്കും. 5 പൈസയാണ് കഴിഞ്ഞു.
അഞ്ചിലേ പൈസ ആകെ താഴ്ത്തി ഒരു 500 കടന്നു കറണ്ട് മക്കളെ നമ്മളിന്ന് ഇപ്പൊ ഫിനിഷ് നമ്മൾ ലാസ്റ്റ് വരെ സംഭവം അപ്പൊ ഇതിൽ ഇവൻ ജയിച്ചു തന്നാ ആസ്വാദിക്കടാ. ആണെങ്കിൽ ഗിവ് തരാം 2 കമന്റ് ഇട്ട് നമ്മള് ഗിവ് തരാണെങ്കിൽ എന്ത് കമ്പനി പിന്നെ പ്രജിത്ത് ഫാൻസ് ഗിവ് 500 കുടിച്ചോളൂ കുടിച്ചോളൂ. നല്ല മുതലാ, ഒരു ഉറുപ്പ് തരില്ല. ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് ഒന്നല്ല, ഇന്ത്യ ഗേറ്റ് ഒന്നല്ല, മൊണ്ടേ. സോറി പാർലമെന്റ് മടക്കി പോക്കറ്റിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ഒരു കുറവേ. എഡ്യൂക്കേഷനിലല്ലേ. അപ്പൊ നമുക്ക് ഇത്ര പറ്റുള്ളൂ കേട്ടാ. ഇതാ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അല്ലല്ല ചെറിയൊരു വ്യത്യാസത്തിന് കഴിച്ചു ജയിച്ചു, അല്ലാതെ വലിയ സംഭവം. ആദ്യം വെള്ളം തരട്ടെ. ഞാൻ ആദ്യം തന്നെ വെള്ളം കുടിച്ച് ആദ്യത്തെ 2 ഉരുളക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ആദ്യത്തെ 2 ഉരുളക്ക് അങ്ങനെ ഉണ്ടാവട്ടെ. ആദ്യത്തെ 2 ഉരുള നമ്മള് വെക്ക് വായിക്കിറക്കുക അവിടെ സ്റ്റക്കാവും. എനിക്ക് സ്റ്റക്കായത് അപ്പൊ വെള്ളം കുടിച്ചാട്ടില്ല, പിന്നെ പോണതറിയാം. ഇപ്പൊ ഒന്നും പോയിട്ടില്ല. അപ്പൊ തിന്നണമെന്നുണ്ടായിരുന്നു അതൊന്നും. അപ്പൊ നമുക്ക് നേരെ ഇത് നിർത്തണ്. എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ നോൺ ജയിച്ചു സംഭവമാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞ സംഭവമില്ല, അവിടേക്ക് പോട്ടാ. അപ്പൊ നേരെ നമ്മള് മതി തിന്നോട്ടെ. അപ്പൊ നമുക്ക് ആയുസ് നേരെ വീഡിയോ ഇപ്പൊ ഇത് അവസാനിപ്പിക്കുക. നേരെ നമുക്ക് ഇതിലേക്ക് പോട്ടാം. ഞാൻ ഒരു കൊലപാതകം ചെയ്യുന്നില്ല, ഒരു മുൻകൂട്ടി പറയും. താടിയൊക്കെ വരും, ആണുങ്ങളായ താടിക്ക് ഞാനേ ഒരു കൊലപാതകം ചെയ്യുന്നത് ആരും അറിയണ്ട. നമ്മള് പേഴ്സണലായിട്ട് നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മളൊരു കൊലപാതകം ചെയ്യുന്നു, ആ കൊല നടത്താൻ പോണ ഇന്നത്തെ ഡേറ്റ് എനിക്കറിയില്ല, ഡേറ്റ് അറിയില്ല ചെയ്യാത്ത ആ സംഭവം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതൊന്നുമില്ല, ഉറുമ്പിട്ട കേൾക്കണം മക്കളെ. കേടെന്നാണോ അവിടെ കൊണ്ടുവച്ച് കാണാട്ടാ. അപ്പൊ ഭക്ഷണം കഴിഞ്ഞ് നേരെ പോയത് ഇതിനാട്ടാ. ഇത് അതിന് ഉറുമ്പൊക്കെ ഉണ്ടോ? ഇത് എടുക്കാൻ കുറച്ച് പാടേ നിൽക്കാം. നാരയിലെ പീഡിപ്പിച്ച് കൊന്നു. അതിന് ചെറിയ ചെറിയ രോമണ ഓവറാക്ഷനാണ്. ഇതൊക്കെ ഇവിടെ ഒരു വെള്ളം, ഇവിടെ കളർ വ്യത്യാസം. ഇവിടെ പൈപ്പില്ല, ഇവിടെ കളർ വ്യത്യാസം കിട്ടാ. ഇവിടെ നല്ല തണുപ്പ്. അതല്ല, ഞാൻ ആ വെളിച്ചത്തിന് വെട്ടാൻ പറ്റുന്ന സംഭവം ഉണ്ട്. എന്താ ഇവിടൊക്കെ ചൂട് കൊടുക്കണം. അതിന്റെ വെളുത്തിന് വെട്ടാൻ പറ്റി നിർത്തിക്കോ. വെയിലത്ത് വെട്ടിത്തിളങ്ങി ഇവിടെ സാധനം ഇവിടെ തിന്നണ ഭയങ്കര ശേവരം. ഇത് മാത്രം വെച്ചിട്ട് കുറച്ച് ദിവസം ഉണ്ടാവും. ഒന്ന് ഇവിടുന്ന് അങ്ങനെയല്ല. എത്ര ആൾക്ക് യശോദക്ക് ഒന്ന് കഴുത്താത്ത ഇന്ദലമ്മ അമ്മൂമ്മന്റെ കുടിക്ക് അമ്മയോടെ വേറെ ഉണ്ട്. അതിന്റെ അപ്പുറത്തിന് വേറെ ഉണ്ട്. 5 മതിയാ? 5 പറഞ്ഞു അപ്പൊ 6 കൂട്ടി 6 ഇവിടുന്ന് 1 2 അപ്പൊ 7 കൂട്ടല്ലേ? 2 ഭയങ്കര കണക്കാ.
ഇതൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കും. ഇത് പുതിയ രസമാണ്. ഞാൻ പറഞ്ഞ ബുദ്ധില്ല അതൊക്കെ സ്കൂളിൽ മധുരം കിട്ടാം. നമ്മൾ നേരത്തെ വിഷുവിന് ഉണ്ടാക്കിയ സാധനം പോലല്ല. അപ്പൊ മധുരം എടുത്തേക്ക് ഇതിന്റെ പേരെന്താ അറിയില്ലല്ലോ. മത്തൻ അല്ല മറ്റേ കുമ്പളം കുമ്പളാണ് ഓലം മുളച്ചു. ഇത് മത്തേന്റെ മത്ത അച്ഛൻ കുത്തി കുമ്പള മുളച്ചു. നമുക്കൊന്നും ഉണ്ടാക്കുന്നില്ല. നമുക്കുണ്ടല്ലോ നമുക്ക് വേറെ അവിടെ അതിന് ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്കണം. അത് അല്ലേ കൊടുക്കാതെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? മാലിന്യങ്ങൾ നിരോധിച്ച് കവർ ചെയ്തു ഇത് നമുക്ക് കൊണ്ടു കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മൾ ഇത്ര വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ അടിച്ച് പൊട്ടിക്കുക. ഒരു കഥ.